ഹായ്. ഇപ്പോൾ എന്തായാലും നമ്മളൊരു യൂട്യൂബറാണോ, യൂട്യൂബ് തുടങ്ങണമെന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും, യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞ ഉടനെ എനിക്ക് 1000 സബ്സ്ക്രൈബും അല്ലെങ്കിൽ നമ്മുടെ വൈറ്റി സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ അയ്യോ എനിക്ക് 14 കേക്ക് വാച്ച് അവർ ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് മോണിറ്റേഷൻ എന്താണ് കിട്ടാത്തതെന്ന്. അങ്ങനെയൊന്നുമില്ല. ഒരു യൂട്യൂബ് നമ്മൾ തുടങ്ങുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, യൂട്യൂബ് തുടങ്ങുമ്പോൾ നമ്പർ കൊടുത്ത് ആദ്യം നമ്പരും വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് പോയിട്ടെന്ന് പറയണത് എല്ലാവരും പറയും എനിക്ക് വേറൊരു കാര്യമുണ്ട്, എനിക്ക് ഇത്ര വ്യൂ ഉണ്ട്, ഇത്രയുണ്ട്, എനിക്ക് മോണിറ്റേഷൻ ആവുന്നില്ല. അതൊന്നുമല്ല. നമ്മൾ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം നമ്മൾ ഷോർട്സ് വീഡിയോസൊക്കെ ഇട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ വൈറ്റി സ്റ്റുഡിയോ ആപ്പൊക്കെ ഓപ്പണായി കഴിയുമ്പം നമ്മളെന്തായാലും വൈറ്റി സ്റ്റുഡിയോയിൽ ഡെയിലി ഏണിങ്സ് നോക്കും. വൈറ്റി സ്റ്റുഡിയോയിൽ എന്താണ്. അപ്പം ഞാനും വിചാരിച്ചിരുന്ന വൈറ്റി സ്റ്റുഡിയോയിൽ വേറൊരു കാര്യമുണ്ടല്ല, ഫസ്റ്റ് ഫ്രണ്ടിൽ കാണുന്ന ആ വാച്ചോറൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് ഫ്രണ്ടിൽ എന്തോ വാച്ചിങ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ എനിക്ക് ഇത്രയും വാച്ചിങ് ഉണ്ടല്ലോ, എന്തെല്ലാം എനിക്ക് മോണിറ്റേഷൻ ആയില്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വേറൊരു ഫ്രണ്ടുമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത്, ചേട്ടാ നിങ്ങൾ വൈറ്റി സ്റ്റുഡിയോയുടെ ഡോളർ എന്നൊരു ചിഹ്നമുണ്ട്, അതിലൊന്ന് പ്രസ് ചെയ്യൂ. അതിൽ പ്രസ് ചെയ്യുമ്പോൾ 1000 പബ്ലിക് വാച്ച് 3000 ഷോർട്ട് വാച്ച് അവർ എന്ന് പറഞ്ഞാൽ 3 മാസം കൊണ്ട് 10 മില്യൺ വ്യൂവും കിട്ടണം. അതിൽ 3000 കിട്ടിക്കഴിഞ്ഞാൽ ഹാഫ് മോണിറ്റേഷൻ. ഇല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ 1000 സബ്സ്ക്രൈബും 4000 വാച്ച് അവർ, പബ്ലിക് വാച്ച് അവർ 4000 കിട്ടിയാൽ നമുക്ക് മോണിറ്റേഷൻ ആക്കുക. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ 215 പബ്ലിക് വാച്ചറേ ഉള്ളവരുന്നു. 215. ഞാനത് ഒരു 8 മാസം കൊണ്ട് ലൈവും വീഡിയോസൊക്കെ ഇട്ട് എൻ്റെ കുറേ നല്ല ഫ്രണ്ട്സുകളെല്ലാം കൂടെ എനിക്ക് ചേർന്ന് സപ്പോർട്ട് ചെയ്ത് തന്നു. അവരെല്ലാം എൻ്റെ ലൈവിലും കാര്യങ്ങളൊക്കെ വന്നു. എനിക്ക് അത്യാവശ്യം വ്യൂവും വന്നു, എനിക്ക് മോണിറ്റേഷനായി. അങ്ങനെയാണ് ഞാൻ മോണിറ്റേഷൻ ആക്കിയത്. പിന്നെ നമുക്ക് ടെക് പരമായിട്ടൊക്കെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്യാഷ് കൊടുത്ത് നമുക്ക് ഇത് ചെയ്യാം. മോണിറ്റേഷനും പിന്നെ ഇത് സബ്സ്ക്രൈബ് എല്ലാം ഒപ്പിക്കാം. പക്ഷേ അവർ തന്നെ പറയുന്നുണ്ട് നമുക്ക് വ്യൂ വേണം. നമുക്ക് ഏത് കാര്യത്തിനും ഏതൊരു വീഡിയോ ഇട്ടാലും നമുക്ക് വ്യൂ വേണം. വ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാര്യം, നമ്മളെന്ന് പറയുമ്പോൾ ഇപ്പം നിസ്സാരം വേറെ എന്തോ ആണ്, നമ്മളിപ്പോൾ ഒരു മൊബൈലായാലും പോയി എടുക്കുന്നു. മൊബൈലായാലും എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മളിരുന്ന കണ്ടൻറ്റ്, വീഡിയോസ് ആയാലും ഷോർട്സ് ആയാലും ആൾക്കാർ കണ്ട് അത് മുമ്പിലോട്ട് വന്ന് അവരത് എന്താണെന്നുള്ളത് നോക്കി വരുമ്പോൾ ലൈക്കും കമൻറ്റൊക്കെ ഇട്ട് വരുമ്പോൾ നമുക്ക് ഷോർട്സിനായാലും വീഡിയോസിനായാലും ആൾ വ്യൂ കൂടി വരും തോറും വാച്ച് അവറും കൂടും. ഷോർട്സിനെന്ന് പറയുന്നത് 3 മാസം കൊണ്ട് 10 മില്യൺ വ്യൂവേഴ്സ് വന്ന് അതുമല്ല എങ്കിലേ 3000 ആവുകയുള്ളൂ ഹാഫ് മോണിറ്റേഷൻ. ഫുൾ മോണിറ്റേഷൻ എന്ന് വെച്ചാൽ 4000, ഹാഫ് മോണിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000ആണ്. 3000 പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പർഷിപ്പ്, സൂപ്പർ ചാറ്റ് ഇതൊക്കെ ഓപ്പൺ ചെയ്യാക്കും. 4000 ആയാലും നമുക്ക് ഏണിങ്സ് ഓപ്പൺ. ഈ 4000 എന്താണ് ഏണിങ്സ് എന്ന് പറയുമ്പോൾ, 4000 എന്ന് പറയുന്നത് നമ്മളെ വീഡിയോസൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിൽ പരസ്യമൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ അതിൽ ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഈ 4000 പബ്ലിക് വാച്ചർ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ ഏണിങ്സ് കയറത്തുള്ളൂ. അതിനു മുമ്പ് എത്ര 10K വീഡിയോസ് കണ്ടെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഡോളർ കിട്ടില്ല. അത് മുമ്പോട്ട് ആൾക്കാർ കണ്ടാൽ മാത്രമേ അത് പിന്നെ മുമ്പോട്ട് കാണുന്നതിന് നമുക്ക് ഡോളർ കിട്ടുള്ളൂ. പിന്നെ അത് പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ ലൈവിലും പോകുമ്പോൾ എല്ലാവരും പറയും അയ്യോ എനിക്ക് ലൈക്ക് ചെയ്യൂ. പക്ഷേ ലൈക്കിലല്ല കാര്യം, നമ്മൾ ഇതിൽ പറഞ്ഞ വ്യൂ ആണ് കാര്യം. വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ 1K അല്ലെങ്കിൽ 2K 3K ഒക്കെ വ്യൂവേഴ്സും 4Kയും 5K ഒക്കെ വ്യൂവേഴ്സ് വരുമ്പോൾ ചിലപ്പോൾ അതിന് നല്ല വാച്ച് അവർ കിട്ടും ലൈവിൽ. പിന്നെ ചിലവരെന്ന് പറയുന്നത് ലൈവ് ഡാർക്കായിട്ട്, ഇരുട്ടായിട്ട്, ബ്ലാക്കായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ചെറിയൊരു ചിഹ്നവും കാണും. അവർ സൈലൻറ്റ് ലൈവ് പോലെ ഇട്ടിരിക്കും. പക്ഷേ ഞാൻ അറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിനിടയ്ക്ക് അറിഞ്ഞതെന്ന് വെച്ചാൽ ഒരാൾ ഇതുപോലെ മോണിറ്റേഷൻ ചെയ്യുന്നപ്പോൾ അത് റിജക്റ്റ് കാണിച്ചു. അവരെപ്പോഴും ആ ചാനൽ ഡിലീറ്റ് ചെയ്യാൻ പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മളൊന്ന് ബാക്ക് ക്യാമറ, എല്ലാവരും ചോദിക്കുക അയ്യോ എനിക്ക് ലൈവ് വരണം, ഇത് അസൗകര്യം കാര്യം. പക്ഷേ അങ്ങനെയാണ് യൂട്യൂബ്. അങ്ങനെയല്ല. യൂട്യൂബ് എന്ന് പറയുന്നത് ഒരേ പ്ലാറ്റ്ഫോമാണ്. വലിയവനെന്നില്ല ചെറിയവനെന്നില്ല. അവരെന്തോ തെറ്റ് കണ്ടാലും അതിന് അർഹതായ ശിക്ഷ തരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തം കണ്ടൻറ്റ് തന്നെ എപ്പോഴും എല്ലാവരുടെ എനിക്ക് 2 ചാനലുണ്ട്. 2 ചാനൽ ഞാൻ ഇപ്പോൾ ഒരു ചാനൽ ന്യൂ ആയിട്ട് തുടങ്ങി. എല്ലായിടത്തും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ സ്വന്തം കണ്ടൻറ്റ് വീഡിയോസ് ഇടുക. സ്വന്തം കണ്ടൻറ്റ് ഇട്ട് വീഡിയോസ് ഇടുക. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം ജിമെയിലിൽ യൂട്യൂബ് പരമായിട്ട് എന്തെങ്കിലും ഒരു ഇത് മെസ്സേജ് വരുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ചിലവർക്ക് വായിക്കാൻ കാണില്ല, അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനെന്ത് ചെയ്യണം, പേസ്റ്റ് ചെയ്തിട്ട് നേരെ നമ്മളത് ഗൂഗിളിലെല്ലാം കൊണ്ടുപോയി ക്യാമറയിൽ ഓപ്പൺ ചെയ്തിട്ട് മലയാളം വേരിയേഷൻ എന്ന് അടിക്കുമ്പം അവരെന്തിനാണ് യൂട്യൂബ് പറയുന്നത്
അത് നമുക്ക് മനസ്സിലാവും. അല്ലാതെ നമ്മൾ മനസ്സിലാവാതെ ഒരു കാര്യം ചെയ്യരുത്. അപ്പോഴും നമുക്ക് മലയാളത്തിൽ നോക്കുമ്പോൾ അത് മലയാളം വേരിയേഷൻ അടിക്കുമ്പോൾ കറക്റ്റ് അതിൽ നമ്മൾ പേസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. എന്നിട്ട് അതിൽ കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് മലയാളം എന്ന് കാണിക്കുമ്പോൾ മലയാളത്തിൽ അവർ എന്താണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ വീഡിയോ അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ കോപ്പിറൈറ്റ് യൂട്യൂബ് പറയും നിങ്ങളെ വീഡിയോ ഇതുപോലെ കോപ്പിറൈറ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ റിയൂസ് കണ്ടൻ്റാണ്, അല്ലെങ്കിൽ നിങ്ങളിതുപോലെ വയലേഷൻ നിരക്കകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ഓരോ ചിലപ്പം നമുക്ക് അത്യാവശ്യ കാര്യങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാം നോക്കിയും കണ്ടും ചെയ്യുക. പിന്നെയെന്ന് പറയുന്നത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യാൻ പറയും. ചെയ്യാൻ പറഞ്ഞ് തിരിച്ചാരും സബ്സ്ക്രൈബ് ചെയ്യില്ല. എൻ്റെ ഒരു ചാനലെന്ന് പറയുന്നത് എനിക്കിപ്പം ഇത് എത്ര 56K എന്തോ ഫാമിലിയാണ്. ഞാൻ ലൈവ് ഇടുമ്പോഴെന്ന് പറഞ്ഞാൽ ആകെപ്പാടെ 10 പേരിനകത്ത് എനിക്ക് വരുള്ളൂ. ഞാൻ ഉള്ള കാര്യം പറയാം. അപ്പോൾ എല്ലാവരും ചോദിക്കും അയ്യോ 56K 60K ഒക്കെ ഇപ്പോൾ ലൈവ് ഇടുക. അങ്ങനെയല്ല, അത് യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ പോകുന്നതും വരുന്നതും വരാത്തതും അവരവരുടെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യണം, പിന്നെ സെറ്റിങ്സിൽ കയറിയിട്ട് നമ്മളെ കൺട്രി ചെയ്യണം, നമ്മൾ നോ കിഡ്സ് മേഡ് ഇൻ കിഡ്സ് ആണോ നോ കിഡ്സ് ആണോ അങ്ങനെ കാര്യം ചെയ്യാണ്ട് അങ്ങനെയെല്ലാം നമ്മൾ ഓരോ കാര്യങ്ങളുണ്ട്. നമ്മൾ ചുമ്മാ ഇപ്പോൾ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ഒരു 10,000 രൂപയ്ക്ക് ഒരു പൂച്ചക്കുട്ടിയെ വാങ്ങിച്ചു, ചിലപ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ എനിക്ക് എന്നാൽ ഫ്രീ ആയിട്ട് കിട്ടും. ചിലപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന പൂച്ചക്കുട്ടി അത്ര ഡിമാൻഡ് കാണില്ല. അതാണ് വ്യത്യാസം. അതൊന്ന് മനസ്സിലാക്കുക. അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യവും നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യവും രണ്ടും രണ്ട് വ്യത്യാസമാണ്. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യൂട്യൂബ് ഒരു ചാനൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് റിസ്ക്കാണ്. ഒരുപാട് റിസ്ക്കാണ്. പിന്നെ യൂട്യൂബേഴ്സ് നമ്മൾ ലൈവൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പം ആരെങ്കിലും ബാഡ് കമൻറ്റും കാര്യങ്ങളൊക്കെ വരും. നമ്മളത് കേൾക്കാനേ ഭാവിക്കാനും നിൽക്കരുത്. ഒന്നീ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവരിടുന്ന കമൻറ്റ് അവരിട്ട് കുറേ നേരം കഴിയുമ്പോൾ അവരങ്ങ് പോകും. പിന്നെ അതുപോലെ തന്നെ ബ്ലൂ കൊടുക്കുന്നത് മാക്സിമം അത്യാവശ്യ ബ്ലൂ മാത്രം കൊടുക്കുക. ഓരോരുത്തരൊന്നും നമുക്കിപ്പോൾ മോഡറേറ്റർ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും കൊടുത്താലും നിങ്ങളൊരു കാര്യം ചെയ്യണം, ലൈവ് തീരാൻ നേരം ഇപ്പോൾ ഓരോരുത്തർ ഇപ്പം കൂടിപ്പോയി എത്ര സമയം നിൽക്കും, ഒന്നും നിൽക്കില്ല, 4-5 കമൻറ്റ് ഒരു ലൈക്ക് കയറും പോകും. അത് കഴിയാതെ അവർ പോയി കഴിഞ്ഞാൽ ആ ബ്ലൂ മാറ്റുക. പിന്നെ വരുമ്പോൾ പറയണം അയ്യോ ബ്ലൂ മാറ്റി പോയെന്ന് വിചാരിച്ചാണ് അത്രയും ചെയ്യുക. ഒരുപാട് ചാനലുകാർക്ക് നമ്മൾ ബ്ലൂ കൊടുക്കും, പക്ഷേ ഒരുപാട് പേര് വരില്ല. അപ്പോൾ അതൊക്കെ ആ ബ്ലൂ അങ്ങനെ കിടക്കും. അപ്പോൾ അത് വാച്ച് ഓരോ കാര്യങ്ങളൊക്കെ ഒരു ഇതാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ചാനൽ ഞാൻ ഇത് മോണിറ്റേഷൻ ആക്കിയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2020 തുടങ്ങിയ ചാനൽ 2024 മോണിറ്റേഷൻ ആക്കിയത്. അപ്പോൾ അതിൽ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ചേട്ടാ വാച്ച് ഓവറൊക്കെ ഇത് 1 വർഷം കൊണ്ട്. പക്ഷേ എനിക്ക് 1 വർഷമായപ്പോൾ ശകലം എന്തോ വാച്ച് ഓവർ വ്യത്യാസം വന്നു, കട്ടായിപ്പോയി. അല്ലാതെ എനിക്ക് വേറെ ഒന്നും വന്നില്ല. അല്ല 1 വർഷം കൊണ്ട് തന്നെ യൂട്യൂബ് ഇപ്പം പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു സെക്കൻഡ് അക്കൗണ്ട് തുടങ്ങിയാൽ പറയുന്നത് 1 വർഷം കൊണ്ട് 365 ദിവസം കൊണ്ട് 4000 പബ്ലിക് വാച്ച് അവർ ആക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഇത് വേരിയേഷനാണ് വന്ന് കിടക്കുന്നത്, എനിക്കതേ അറിയാവും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഗ്രീൻ സ്ക്രീനും കൊളാബൊക്കെ ചെയ്യുമ്പം നമ്മൾ അതിന് ആ വോയിസ് ഓവറൊത്ത് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫുൾ സ്ക്രീനാക്കാൻ നോക്കുക. അല്ലാതെ ഒരു ചെറുതാക്കി നിർത്തിയിട്ട് നമ്മൾ ചുമ്മാ മിണ്ടാതിരിക്കില്ല. അതൊക്കെ റിയൂസ് കണ്ടൻറ്റായിട്ട് വരും. ചാനൽ ചിലപ്പോൾ മോണിറ്റേഷൻ ആയ ചാനലാണെങ്കിൽ മോണിറ്റേഷൻ വരെ കട്ടായിപ്പോൾ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുക. പുതിയ ചാനലുകൾ ഒരുപാട് പേര് വരുന്നുണ്ട്. അവർക്കൊന്നും അറിഞ്ഞൂടാ. അവർ വിചാരിക്കുന്നത് നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടിയ ഒരു വീഡിയോയിൽ ഇട്ടാലും അയ്യോ എനിക്ക് ചാനൽ 14K 15K 16K ഒക്കെ വരെയല്ലേ. പക്ഷേ എല്ലാവരും നോക്കണം എന്താണ്, YT സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ നമ്മൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇത്ര വ്യൂ അതാണ് നോക്കുന്നത്. പക്ഷേ അതല്ല, നമുക്ക് പബ്ലിക് വാച്ച് ഓവർ എന്നൊരു ഇത് അതിലുണ്ട്. അത് നോക്കുക. അത് നോക്കി നിങ്ങൾ മുമ്പോട്ട് പോകും. ലൈവും കാര്യങ്ങളും അതുപോലെ പുതിയ ചാനലുകാരൊക്കെ ആണെങ്കിൽ പുതിയ വീഡിയോസൊക്കെ ഡെയിലി ഇടാൻ നോക്കുക. മാക്സിമം ഡെയിലി തന്നെ ഇടാൻ നോക്കുക. എല്ലാവരും ചോദിക്കുക എന്നെക്കൊണ്ട് ഡെയിലി ഇടാൻ ഒക്കില്ല എന്ന് പറയും. എങ്കിലും മാക്സിമം കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾ വീഡിയോ ഇടാൻ നോക്കുക. അതുപോലെ ഷോർട്സ് എന്ന് പറയുന്നത് കൂടുതൽ നമുക്ക് സബ്സ്ക്രൈബ് കയറും, നല്ല വ്യൂവും കിട്ടും. പിന്നെ ഷോർട്സ് എന്ന് പറയുന്നത് ഒരു കാര്യമുണ്ട്, മോണിറ്റേഷൻ ആയവർക്ക് മില്യനൊക്കെ പോയി കഴിയുമ്പോൾ, എനിക്കും ഫസ്റ്റ് ചാനലിൽ മില്യനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് $1 കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ കേട്ട് നിങ്ങളുടെ ചാനൽ സുരക്ഷിതമാക്കി വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.